ഓക്കെ, നമ്മൾ പേയ്മെന്റ് ബൈ ചെക്ക് പറഞ്ഞേ. പേയ്മെന്റ് ബൈ ചെക്ക് denote after cash balance must be recorded in cash book as it is book of original entry for banking transaction also. അപ്പോൾ നമ്മൾ ക്യാഷ് പേയ്മെന്റ് നടത്താം, ക്യാഷിനെ അഫക്റ്റ് ചെയ്യത്തില്ല, പക്ഷെ നമ്മുടെ ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യണതാണ്. സച്ച് പേയ്മെന്റ് ആർ therefore assumed to have been made in cash drawing the amount from bank. ചെയ്യണത് ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യുന്ന ബാങ്കിൽ നിന്നാണ് നമ്മൾ അസ്യൂം ചെയ്യണമെന്നാണ് പറയുന്നത്. Hence they have first record on the debit side of the cash book as to bank and then rendered on the credit side of assuming that the payment are made in cash. Okay. Debit side to bank എന്ന് പറഞ്ഞുകൊണ്ട് പേയ്മെന്റ് എടുത്തുമ്പോൾ ക്യാഷ് നിന്ന് റെക്കോർഡ് ചെയ്യാനാണ് പറയുന്നത്. അത് ഡയറക്റ്റ് ഡിപ്പോസിറ്റ് ബൈ കസ്റ്റമർ, ഒരു കസ്റ്റമർ നേരിട്ട് ബാങ്കിൽ അടയ്ക്കാം. എൻ്റെ ബാങ്ക് ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യുക, എൻ്റെ ഒരു കസ്റ്റമർ നേരിട്ട് ബാങ്കിൽ അങ്ങ് അടയ്ക്കും. അപ്പോൾ അതെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ്. ഡയറക്റ്റ് പേയ്മെന്റ് ബൈ കസ്റ്റമേഴ്സ് ടു അവർ ബാങ്ക് അക്കൗണ്ട് ആർ ട്രീറ്റഡ് ആസ് if cash is received from them and then deposited into bank by us. അപ്പോൾ അവർ നമുക്ക് ഡയറക്റ്റ് പേയ്മെന്റ് അടച്ചു, അപ്പോൾ നമ്മൾ പറയുന്നത് ക്യാഷ് കിട്ടി നമ്മൾ ബാങ്കിൽ അടയ്ക്കുന്നതായിട്ട് ട്രീറ്റ് ചെയ്തുള്ളതാണ് പറയുന്നത്. Thus direct deposit by a customer to the bank and payment by check from check come on both side of cash book. അപ്പോൾ ഡയറക്റ്റ് പേയ്മെന്റ് ബൈ കസ്റ്റമറും ഒക്കെ വരുന്ന കേസ് ഉണ്ടല്ലോ, ചെക്കും ഒക്കെ വരുന്നത് രണ്ട് സൈഡിൽ റെക്കോർഡ് ചെയ്യാനാണ് പറയുന്നത്. ക്യാഷ് ബുക്കിൽ രണ്ട് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. നമുക്കറിയാം ബാങ്ക് അക്കൗണ്ട് ടു രാജേഷ് എന്ന് പറഞ്ഞു വരുന്നു. അപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് രാജേഷ് ആകുമ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യും? ക്യാഷ് ഇല്ലല്ലോ, ബാങ്ക് അക്കൗണ്ട് രാജേഷ്. അപ്പോൾ ടു രാജേഷ് എന്ന് എഴുതണം, ബൈ ബാങ്ക് എന്ന് എഴുതാനാണ് പറയുന്നത്. നമ്മുടെ ലോജിക്ക് മനസ്സിലായോ? അപ്പോൾ ക്യാഷ് ഇല്ലാതെ വരുന്ന ചില കേസുകൾ വരും, ഇതേപോലെ ഡയറക്റ്റ് പേയ്മെന്റ് എടുക്കുന്നു, ഇങ്ങനെ ബാങ്കിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്യുന്ന ആ ഒരു കേസുകളുടെ കേസാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ട് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ആസ് സച്ച് ഐറ്റം കം ബോത്ത് ഓൺ ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക് ദേ ആർ കാൾഡ് എ കോൺട്രാക്റ്റ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. ഇങ്ങനെ രണ്ട് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ആൻഡ് ദ എൻട്രീസ് ആർ കാൾഡ് എ കോൺട്രാ എൻട്രി. നിങ്ങൾ എൻട്രികളെ കോൺട്രാ എൻട്രി എന്ന് വിളിക്കാന്നാണ് പറയുന്നത്. റോൾ നോക്കി, ബാലൻസ് ബോർഡ് ഓൺ സിംഗിൾ കോളം അല്ലേ, ടു ക്യാഷ്, ക്യാഷ് കോളത്തിൽ കണ്ടോ 2000 എഴുതി. ബാങ്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബാങ്ക് എഴുതുന്നില്ല, 3000 ബാങ്ക് എഴുതുന്നില്ല. അടുത്ത കണ്ടോ പെയ്ഡ് ഇൻ ടു ബാങ്ക്, ബാങ്ക് അക്കൗണ്ട് ക്യാഷ് എന്നല്ലേ, ബൈ ബാങ്ക് മറ പോസ്റ്റ് ചെയ്തു അല്ലേ, ബൈ ബാങ്ക് മറല്ലേ പോസ്റ്റ് ചെയ്തേക്കുന്നേ. ശരി, അടുത്ത് നോക്കിയേ, ചെക്ക് റിസീവ്ഡ് ഫ്രം എ ശങ്കർ, ശങ്കറിന് അതിന് ചെക്ക് കിട്ടുന്നു അല്ലേ. നമുക്ക് ചെക്ക് കിട്ടി കഴിഞ്ഞാൽ ക്യാഷ് കിട്ടിയല്ലേ, ക്യാഷ് അക്കൗണ്ട് ശങ്കർ എന്നല്ലേ, ടു ശങ്കർ 2000. അടുത്തത് വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്, ഓഫീസ് യൂസിന് വേണ്ടി ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം ഓഫീസ് ഹൗസിന് കിട്ടുകയും ക്യാഷ് അക്കൗണ്ട് ബാങ്ക് എന്നല്ലേ, ഇപ്പം ടു ബാങ്ക് കണ്ടോ. അടുത്തത് പെയ്ഡ് ടു വിമൽ, വിമൽ അക്കൗണ്ട് ക്യാഷ് എന്നല്ലേ, ബൈ വിമൽ കണ്ടോ. റിസീവ്ഡ് ക്യാഷ് ഫ്രം ബിന്ദു, ക്യാഷ് അക്കൗണ്ട് ബിന്ദു എന്നല്ലേ, ടു ബിന്ദു എന്ന് പോസ്റ്റ് ചെയ്തേക്കുന്നുണ്ടോ, ടു ബിന്ദു. അടുത്ത റെന്റ് പെയ്ഡ് ബൈ ചെക്കാണ്. ഇപ്പം ശ്രദ്ധിച്ചോണോ, റെന്റ് പെയ്ഡ് ബൈ ചെക്കാകുമ്പോൾ എന്ത് എങ്ങനെ വരും? അവിടെ നമ്മുടെ ക്യാഷ് എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ എഴുതണം കണ്ടോ. 13-ാം തീയതി ബൈ റെന്റും എഴുതി, ടു ബാങ്ക് എഴുതി. ഇത് കോൺട്രാ എൻട്രി മനസ്സിലായി, ഇത് നമ്മൾ പറഞ്ഞത്. അപ്പം ഇങ്ങനെ രണ്ട് സൈഡിലും എഴുതണം. ക്യാഷിൻ്റെ ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോ ഇല്ലാത്ത കേസുകൾ വരും. ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കിൽ കാണിക്കുകയും വേണം. രണ്ട് സൈഡിലും എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അടുത്ത പെയ്ഡ് ഫോർ സ്റ്റേഷനറി, സ്റ്റേഷനറി അക്കൗണ്ട് ക്യാഷ് അല്ലേ, ബൈ സ്റ്റേഷനറി കണ്ടോ എഴുതിയേക്കുന്നത് 15-ാം തീയതി. 15-ാം തീയതി ചെക്ക് റിസീവ്ഡ് ഫ്രം രാജ് ആൻഡ് സെൻഡ് ടു ബാങ്കാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ക്യാഷ് അല്ലേ, അപ്പോൾ ചെക്ക് കിട്ടിയപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് രാജ് എന്ന് എഴുതിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 17-ാം തീയതി കണ്ടോ ചെക്ക് റിസീവ്ഡ് ഫ്രം രാജ് ആൻഡ് സെൻഡ് ടു ബാങ്ക് അല്ലേ, ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അല്ലേ. അപ്പോൾ കണ്ടോ അവിടെ ബാങ്ക് അക്കൗണ്ട് രാജാണ് കണ്ടോ. 17-ാം തീയതി ചെക്ക് റിസീവ്ഡ് ഫ്രം രാജ് ആൻഡ് സെൻഡ് ടു ബാങ്ക് അല്ലേ, ബാങ്ക് അക്കൗണ്ട് രാജാണ് 800, ബൈ ബാങ്കും ടു രാജു എഴുതിയേക്കുന്നുണ്ടോ 800. ഏതാ അതും കോൺട്രായാണ്. അടുത്ത കണ്ടോ രാമു എ കസ്റ്റമർ പേ ഡയറക്റ്റ്ലി ഇൻ ദ ബാങ്ക് അക്കൗണ്ടാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു രാമു അല്ലേ വരുന്നത്, അപ്പോൾ ബൈ ബാങ്കും ടു രാമും കൊണ്ട് എഴുതിയേക്കുന്നത് 21-ാം തീയതി കണ്ടോ. അടുത്തത് വിഡ്രി ഫോർ ഓഫീസ് യൂസ് ആണ്. അപ്പോൾ നമുക്കറിയാം ക്യാഷ് അക്കൗണ്ട് അറ്റ് ബാങ്കാണ്, അപ്പോൾ ടു ബാങ്ക് അല്ലേ വരുന്നത്. 26-ാം തീയതി കണ്ടോ ടു ബാങ്ക്. 26-ാം തീയതി കണ്ടോ വിഡ്രിയു ഇൻ ക്യാഷ് ഫോർ പേഴ്സണൽ പർപ്പസാണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ക്യാഷ് അല്ലേ, അപ്പോൾ ബൈ ഡ്രോയിങ്സ് ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ടുണ്ടോ. 26-ാം തീയതി സാലറി പെയ്ഡ് ബൈ ചെക്കാണ്. എന്ത് എങ്ങനെ വരുന്നത്, കോൺട്രാ ആണെന്നല്ലോ, ബൈ സാലറി ടു ബാങ്ക് എഴുതിയേക്കുന്നുണ്ടോ 27-ാം തീയതി. ഓക്കെ, അടുത്ത ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് അക്കൗണ്ട് സെയിൽസ് അല്ലേ, ടു സെയിൽസ് എഴുതിയല്ലോ. ഡ്യൂ ചെക്ക് ഫോർ പേഴ്സണൽ പർപ്പസ് ആണ്. ഇവിടെ ഡ്രോയിങ്സ് അക്കൗണ്ട് ബാങ്ക് അല്ലേ, അപ്പോൾ ബൈ ഡ്രോയിങ്സും ടു ബാങ്ക് എഴുതണ്ടേ. ഇത്രയേ ഉള്ളൂ. ഇതുള്ളൂ ചെക്കിന് ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലിയർ ആയല്ലോ കാര്യം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കാമോ. ശരി.